കേരളം ചർച്ച ചെയ്യുന്ന 5 ചോദ്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ തോറ്റാലും വർഗീയത ജയിക്കരുത്. പ്രതിപക്ഷ നേതാവ് സതീശന്റെ വാക്കുകളാണ്, വി ഡി സതീശന്റെ വാക്കുകളാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് സതീശൻ വർഗീയത കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? പച്ച വർഗീയത പറയുന്ന മുസ്ലിം ലീഗിലെ KM ഷാജിയെ പോലുള്ളവർ ഉള്ളപ്പോൾ അവർ പറയുന്ന വർഗീയതയെ തിരുത്താൻ പോലും നിൽക്കാത്ത കോൺഗ്രസ് നേതാക്കൾ എന്ത് വർഗീയതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അത് SNDP, NSS അല്ലെങ്കിൽ മറ്റ് ഇതര ഹൈന്ദവ സമുദായങ്ങൾ, ഇതെല്ലാം അവർക്ക് അതിശക്തമായ വർഗീയതയുള്ള പ്രസ്ഥാനങ്ങളാണ്. പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് വർഗീയതയുടെ ആ ഒരു അളവുകോലിൽ വരികയില്ല, കാന്തപുരവും വരികയില്ല, ലീഗും വരികയില്ല, ഒപ്പം കേരള കോൺഗ്രസിലെ വിവിധ കക്ഷികൾ വരികയില്ല. ആകെ വരുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ ജയിക്കരുത്, വർഗീയത ജയിക്കരുതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ജയിക്കരുത്. ഹിന്ദുക്കൾ ജയിക്കരുതെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ ഐക്യമുണ്ടാകുമെന്ന സാധ്യതയെ ആരൊക്കെയാണോ ചേർന്ന് തുരങ്കം വെച്ചത് അവർക്ക് സന്തോഷമാകുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ സ്വർണ്ണ സിംഹാസനത്തിലേക്ക് അവർ അവരോധിക്കാനായിട്ട് തയ്യാറാകുകയും ചെയ്യും. കാരണം എന്താണ്? ഇദ്ദേഹം ഹിന്ദു വിരുദ്ധനാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. ഇങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് എന്നതാണ് ആ പ്രസ്താവന കൊണ്ട് കാണുന്നത്. വി ഡി സതീശൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. സതീശന് മുഖ്യമന്ത്രിയാകണം, അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ സൂചിപ്പിച്ച് അദ്ദേഹത്തിനെ പറ്റി നല്ല സോപ്പ് കൊണ്ട് അദ്ദേഹം പതപ്പിക്കും, നല്ല വെള്ളത്തിൽ അദ്ദേഹം കഴുകിയെടുക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും പറയുന്നതിന് മുൻപേ ഇരിക്കുന്ന കുമ്പ് മുറിക്കുക എന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു ഹിന്ദു നാമധാരിയാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയില്ല എന്ന ഇലക്ഷന് ശേഷം അവർ പറഞ്ഞൊന്നൊന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കും എന്ത് സംഭവിക്കും. അപ്പോൾ ഇദ്ദേഹം അളവെടുത്ത് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഖദർ കുപ്പായം മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ അത് ആര് പിന്നെ ഇടേണ്ടി വരും? അപ്പൊ പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വെള്ളം കോരുന്നത്? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എങ്ങനെയാണെങ്കിലും ആ ഒരു പക്ഷത്ത് നിന്ന് വലിയ സപ്പോർട്ട് കിട്ടണം. കോൺഗ്രസിൽ അദ്ദേഹത്തിന് പല വെല്ലുവിളികളുണ്ട്, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഹൈക്കമാൻഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന KC വേണുഗോപാലാണെങ്കിൽ അതിന് തടയിടണമെങ്കിൽ ലീഗിനെ കൊണ്ടേ സാധിക്കൂ. അതായത് ഈ നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാര്യം നടക്കാൻ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന നിലപാട്. ആ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു സമീപനമാണ് സതീശന്റെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി അടുത്തത്, അധികാരമല്ല എല്ലാവരുടെയും സന്തോഷമാണ് മുഖ്യം. സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നതാണ്. അധികാരമല്ല എങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ഇപ്പൊ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ അധികാര സ്ഥാനത്ത് ഇരിക്കാതെ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്താൻ പറ്റുകയില്ലേ? സാദിഖ് അലി ശിഹാബ് തങ്ങളെന്ന് പറയുന്നത് പാരമ്പര്യമായി ജനാധിപത്യ വിരുദ്ധമായിട്ട്, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴാണ് ഞാൻ പറയുന്നത്, ജനാധിപത്യ വിരുദ്ധമായിട്ട് അദ്ദേഹം അതിനെ നിയന്ത്രിക്കുകയാണ്. ആരെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്? അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന മതപരമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. അത് കുടുംബപരമായി വരുന്നതാണ്. ഇദ്ദേഹം മരിച്ചുപോയാൽ അടുത്ത ഇദ്ദേഹത്തിന്റെ അനുഗാമി, അത് കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, കുടുംബവാഴ്ച. അപ്പോൾ അശേഷം ജനാധിപത്യ ബോധം പോലും പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തി ഇനി ലീഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ക്ഷേമമാണെങ്കിൽ പിന്നെ ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി എന്തിനാണ്? അല്ല, അധികാരമല്ല എല്ലാവരുടെ സന്തോഷമാണ് മുഖ്യമെന്ന് പറയുന്നത്. ഇവരിപ്പോ UDF ഇത്തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് LDFിനോടൊപ്പം പോകുമോ എന്നുള്ള ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ലീഗാണ് പറയുന്നത് ഞങ്ങൾക്ക് അധികാരം വേണ്ട. അപ്പൊ പിന്നെ സതീശൻ എന്തിനാ വെള്ളം കോരുന്നത്? ലീഗിന് അധികാരം വേണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ലീഗിന് അധികാരം വേണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ലീഗിന് സമ്പൂർണമായ അധികാരം വേണം, അല്ലെങ്കിൽ അവർക്ക് അധികാരം വേണ്ട. ഞങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്താവുന്ന അധികാരമുണ്ടെങ്കിലേ ഞങ്ങൾ നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ മറുകണ്ഠം ചാടും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും മുസ്ലിം ലീഗിനെ ഇങ്ങനെ പതപ്പിക്കുന്ന സതീശൻ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഈ മുസ്ലിം സമുദായം പറയുന്നതിനപ്പുറം ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഈ സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കോൺഗ്രസ് നേതാക്കളും സതീശനെ പോലെ ഇത്രയും വർഗീയത പറയുന്ന ഒരാളാണെന്ന്. ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമോ? അല്ല, എനിക്ക് മുസ്ലിം ലീഗിന് ഇത്രയും വർഗീയത തോന്നിയിട്ടില്ല. സതീശൻ പറയുന്ന അത്രയും വർഗീയത, അല്ലെ കോൺഗ്രസ്സുകാർ പറയുന്ന അത്രയും വർഗീയത, അല്ലെ CPM പറയുന്ന അത്രയും വർഗീയത എനിക്ക് ഒരിക്കലും മുസ്ലിം ലീഗ് തോന്നിയില്ല. അവരൊരു കൂടലുകൾ നടത്തുമ്പോൾ മാത്രമേ ഈ വർഗീയത പറയാറുള്ളൂ എന്ന് തോന്നുന്നു. മൈക്കിന്റെ മുമ്പിൽ പൊതുരാഷ്ട്രീയത്തിലേക്ക് അവർ വരുമ്പോഴേ അവര് പൊതുവേദിയിൽ വരുമ്പോൾ വർഗീയത പറയാറില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഈ രണ്ടാമത്തെ പ്രസ്താവനയിൽ അധികാരമല്ല ജനങ്ങളുടെ സന്തോഷമാണ് വലുതെന്ന് അവർ പറഞ്ഞിരിക്കുക. അത് പൊതുവേദിയിൽ പറഞ്ഞതാണ്.
അതെ. എന്നാൽ സതീശൻ പൊതുവേദിയിൽ പറഞ്ഞ എന്താണെന്ന് ചിന്തിക്കൂ. തിരഞ്ഞെടുപ്പിൽ തോറ്റാലും വർഗീയത ജയിക്കുക, അതായത് ഇവിടുത്തെ ഹിന്ദു ജയിക്കരുത്, ഇതാണ് സതീശൻ പറയുന്നത്. ഈ ഹിന്ദുക്കൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വോട്ട് ചെയ്യും, വെറുതെ ഞങ്ങളെ ജയിപ്പിക്കും എന്നുള്ള സതീശന്റെ അഹങ്കാരത്തിന് കൂടിയുള്ള ഒരു മറുപടി ആയിരിക്കണം ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ അല്ല, ഇതിലും ഭേദം പിണറായി വിജയൻ തന്നെ അല്ല. അതെ, ഈ സതീശൻ ഇനിയിപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഓരോ മണ്ഡലത്തിലും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എങ്ങനെയാണ്? ജാതി മത പരിഗണനകൾ ഇല്ലാതെയാണോ? ആണ്. എല്ലാ മാനദണ്ഡങ്ങളും ജാതി മത രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണല്ലോ സതീശനെ പറവൂര് നിർത്തിയിരിക്കുന്നത്. ആണല്ലോ, സതീശൻ പോലും അതിന്റെ പ്രതിനിധിയാണ്. അല്ല, ഈ മുസ്ലിം വോട്ട് മാത്രം കിട്ടിയാണോ സതീശൻ ജയിക്കുന്നത്? അല്ല, അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് എൻ ബ്ലോക്ക് ആയിട്ട് ലീഗിന്റെ ഒപ്പമുള്ളതാണ്. അവർക്ക് വികസനമോ മറ്റൊന്നോ അല്ല, അവർക്ക് മതമാണ് മുഖ്യം, മതമാണ് മുഖ്യം എന്ന് അവരുടെ ഒരു നേതാവ് പറഞ്ഞാൽ അതാണ് ശരിയെന്നാണ് കരുതുന്നത്. പക്ഷെ മുസ്ലിം ലീഗിലും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലും വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഹിന്ദുവിനെ കൂടുതലായിട്ട് ഹൈന്ദവതയിലേക്ക് ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതായത് മുസ്ലിം എന്നൊരു വിഭാഗം അപ്പുറത്ത് ഉണ്ട്, അതിന് പരിപൂർണമായ സപ്പോർട്ട് കിട്ടുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കത് വേണമെങ്കിൽ അവരെ പോലെ സംഘടിച്ച് നിൽക്കേണ്ടതല്ലേ എന്നൊരു ചിന്താഗതിയിലേക്ക് സാമാന്യ ഹിന്ദു ചിന്തിക്കാം. അല്ല, അത് അങ്ങനെ നോക്കുമ്പോൾ സതീശന്റെ അവസ്ഥ ഗുരുതരമാണെന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, വലിയ ഗുരുതരമാണ്. സതീശൻ ഈ കോരിയ വെള്ളമൊക്കെ ആ കലം ഉടനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ കലം പൊട്ടാതെ ലീഗ് സംരക്ഷിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷെ ലീഗിന് മറ്റൊരു പ്രശ്നമുണ്ട്. ലീഗിന് സതീശനല്ല വലുത്. അതെ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഇന്ന് നിയന്ത്രിക്കാൻ കഴിയുള്ള കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലൻ. അവിടെ സതീശൻ ഒന്നുമല്ല. പക്ഷെ MP-മാരും ഇത്തോളം മത്സരിക്കേണ്ട എന്നുള്ളൊരു ഇത് വന്നില്ലേ KPCC-യിൽ? അങ്ങനെ ഒരു മത്സരിക്കേണ്ട തീരുമാനം എടുത്താൽ പോലും ഈ തീരുമാനം എടുത്തവർ തന്നെ അത് മാറ്റിയ ചരിത്രമാണ് കോൺഗ്രസിൽ നിരന്തരമായിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുടെ തീരുമാനങ്ങളെല്ലാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ മാറ്റിക്കളയും. എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പൊ നമ്മളിത് സാദിഖലി ശിഹാബ് തങ്ങള് അധികാരമല്ല എന്ന് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി പറയുന്നു പിണറായി അടുത്ത സുഹൃത്തെ വിമർശിക്കുമ്പോൾ മിതത്വം ഉണ്ടാകണം. ഓക്കെ, പിണറായി അടുത്ത സുഹൃത്താകുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ വിമർശിക്കുമ്പോൾ മിതത്വം ഉണ്ടാകണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഒരു മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട ചുമതലയിലാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പോലും നിൽക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ഭരണപക്ഷം ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വെളിച്ചടിച്ചു കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾ പോകുന്ന നേർവഴിയല്ല, നേർവഴിക്ക് പോകണമെന്ന് പറയുന്നത്. അതിന് സമരമാർഗ്ഗങ്ങൾ ഉണ്ടാകാം. അല്ല, എനിക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അടുത്ത തവണ UDF പരാജയപ്പെടും, ഞങ്ങൾ LDF-നോടൊപ്പമാണ് വരുന്നത്, അതുകൊണ്ട് പിണറായിയെ ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭരണം വേണം, അധികാരം വേണം. ഞങ്ങൾ അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലീഗ്, പാർട്ടി എന്നല്ല, ഒരു ലീഗാണ് മുസ്ലിം ലീഗ്. ജനാധിപത്യപരമല്ലാത്ത മതപരമായ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അധികാരം വേണം. UDF സതീശന്റെ ഈ പോക്കാണെങ്കിൽ UDF കേരളത്തിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ LDF വിജയിച്ചാൽ ഞങ്ങൾ LDF-ലേക്ക് നിങ്ങൾ വാതിൽ തുറന്നിട്ടോളൂ, ഏത് നിമിഷവും കടന്നു വരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് പിണറായി വിജയനോട് ഒരു വെറുപ്പുമില്ല എന്ന് മുസ്ലിം ലീഗിന്റെ ബുദ്ധിയുണ്ട്. എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാര് ഹിന്ദുക്കളെ, ബഹുഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളെ വെറുപ്പിക്കുകയാണ് നന്നായിട്ടെന്ന് മുസ്ലിം ലീഗിന് മനസ്സിലാക്കാൻ കഴിവുണ്ട്. അങ്ങനെ കോൺഗ്രസ് വെറുപ്പിച്ചു കഴിഞ്ഞാൽ ആ വോട്ട് നേരെ LDF-ലേക്ക് പോയാൽ അധികാരം അവിടെ കേന്ദ്രീകരിച്ചാൽ, അല്ല എങ്കിൽ വലിയൊരു ഓഫർ കിട്ടിയാൽ ലീഗിന് ആ വാദത്തിനെ സംബന്ധിച്ച് അവർ കോൺഗ്രസിന് വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് നിൽക്കാം. ഞാൻ എപ്പോഴും ലീഗിന്റെ കൂടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ആദ്യ അവസാനം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ലീഗുകാർ. സതീശനെ പോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയം മലർന്നു കിടന്നിട്ട് തുപ്പുന്ന അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന നിലപാടല്ല. കാര്യം നേടാനായി പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്ന് പറയുന്ന സതീശന്റെ നേർക്ക് നേരെ കിട്ടിയ പച്ചയ്ക്ക് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് അബ്ദുൾ സമദാനി MP, അദ്ദേഹം പറയുന്നത് വെറുപ്പിന്റെ കാലത്ത് സ്നേഹത്തിന്റെ വാസസ്ഥലങ്ങൾ പണിയണം. വെറുപ്പെന്ന് പറയുമ്പോ SNDP NSS അതാണോ ഉദ്ദേശിച്ചത്? അവര് തമ്മിൽ സഹകരിക്കാൻ തീരുമാനിച്ചാൽ അത് വെറുപ്പാണ്. അവര് ഇടഞ്ഞാൽ, അവര് അകന്നു നിന്നാൽ, തമ്മിൽ തല്ലിയാൽ അത് സ്നേഹത്തിന്റെ വാസസ്ഥലമാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ഇദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തിക്കുന്നത്? മുസ്ലിം ലീഗിലെ. എന്താ ഇദ്ദേഹം മുസ്ലിം ലീഗിൽ തന്നെ പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിന് അതല്ലേ കംഫർട്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താണ്? വെറുപ്പിന്റെ കാലത്ത് സ്നേഹത്തിന്റെ വീടുകൾ. വെറുപ്പല്ലോ, അല്ല, സ്നേഹത്തിന്റെ വീടുകളല്ലേ ഈ പറയുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മതപരമായ വിശ്വാസം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസിൽ മുസ്ലിം ലീഗ് അല്ലാത്ത ഒരുപാട് മുസ്ലിം സമുദായക്കാരില്ലേ? CPM-ലില്ലേ?
എന്തേ അബ്ദുൽ സമദാനിക്ക് സ്വന്തം മതത്തിന്റെ ആ ചട്ടക്കൂട് പൊളിച്ച് സ്നേഹത്തിന്റെ പര്യായമായി CPM-ലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ BJP-യിലോ ജനതാ പാർട്ടിയിലോ മറ്റെവിടെയും NCP-യിലോ ഒക്കെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. കാർത്തിക് സാറേ, മതമാണ് 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 പ്രശ്നം. അങ്ങനെയുള്ള ഒരു ഇത്തരം പ്രസ്താവന പറയാതിരിക്കുക. സ്നേഹത്തിന്റെ കടപണിയുണ്ട്, നിങ്ങൾ മതത്തിന്റെ അകത്ത് നിൽക്കുക. അതെ. ഇനി ഒന്നുകൂടെ ഉണ്ടേ, ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കരുത്. അത് സതീശന്റെ തന്നെയാണ്. സതീശന്റെ തന്നെയാണ്. തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കരുത്. ഇവർ ഈ തീപ്പന്തത്തിന് തീ പിടിപ്പിക്കുന്നവരും തീപ്പൊരിയിൽ നിന്ന് കാട്ടുതീ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. അഖിലേന്ത്യാ തലത്തിൽ ഇവരുടെ വേരറ്റ് പോയത് ഇവരുടെ ഈ വർഗീയ ജാതി ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള അല്ലെ അധികാരത്തിൽ കയറുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ഭിന്നിപ്പിക്കൽ കൊണ്ടാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ വ്യക്തി ഓരോ കാര്യത്തോട്, ഇപ്പൊ കുംഭമേള വന്നു, കുംഭമേളയോട് രാഹുൽ ഗാന്ധിയുടെ സമീപനം എന്തായിരുന്നു? കുംഭമേള പിന്നെന്താ, ഗാർഗെ ഒക്കെ ചോദിച്ചത് കുംഭമേളയിൽ പോയാൽ പട്ടിണി മാറുമോ അല്ലേ? രാഹുൽ ഗാന്ധിയുടെ സമീപനം അത് തന്നെയായിരുന്നു. അദ്ദേഹം അയോധ്യയിലോ കുംഭമേളയിലോ ഒന്നും പങ്കെടുക്കാത്ത ഒരാളാണ്. കാരണം കേരളത്തിൽ ഒരു കുംഭമേളയുണ്ട്. സതീശന് ഈ നാട്ടിലെ പൗരന്മാരല്ലേ അവിടെ പോകുന്നത്. പറവൂരിന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ അവിടെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അവിടെ ഹിന്ദുവിന്റെ കുംഭമേള, മുസ്ലിം ലീഗിന്റെ ഇതല്ല. അതെ, അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ അവിടെയാ, മുസ്ലിങ്ങളോട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കേരളത്തിലെ ഹിന്ദു സമുദായത്തെ, അത് ഏത് വിഭാഗത്തിൽ താഴ്ന്നവരും സവർണരും മറ്റേ വലിയ കൊമ്പത്തുള്ള ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം ഹിന്ദുക്കൾ പട്ടികളാണ്, നായ്ക്കളെ പോലെയാണ്, അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും അവർ വന്ന് വോട്ടിടും, അവർ ഞങ്ങൾ ജയിപ്പിക്കും എന്നുള്ള സതീശന്റെ ഈ വൃത്തികെട്ട മനോഭാവമാണ് സതീശൻ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ ഒക്കെ അവസാനത്തെ മാർക്ക് എന്ന് പറയുന്നത്. സതീശൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സതീശൻ യഥാർത്ഥത്തിൽ ഹിന്ദു വിരോധിയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദു വിരോധിയായ ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് കേരളത്തിൽ ഇരിക്കുന്നത്. ആ ഹിന്ദു വിരോധിയായ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഏകദേശം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെ നോക്കിയാൽ ഏകദേശം 50% ഉണ്ട്. ഹിന്ദുവിന്റെ വോട്ടില്ല എങ്കിലും ഇവിടെ ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആ പ്രസ്താവന ശ്രദ്ധിച്ചിരുന്നോ? അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ലേ? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതി ഞങ്ങൾക്ക് ജയിക്കാൻ. അപ്പൊ ഇവര് ഈ മതവും ജാതിയൊന്നും ഇല്ലെന്ന് പറയുന്നവര് ജാതി സമവാക്യങ്ങൾ വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവര് ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നവരാണ് അവര്. പക്ഷെ സതീശൻ മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഈ കോൺഗ്രസ് ആണ് ഈ വർഗീയതയും ജാതി സമവാക്യങ്ങളും ഇത്രയും ആളിക്കത്തിക്കുന്നത്. LDF സർക്കാർ ഇത്രയും വലിയൊരു ആളിക്കത്തിക്കൽ ഇല്ലായിരുന്നു. തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയും പോലെ കുറച്ച് അഴിമതിയും കെടുകാര്യസ്ഥതയും വികസനമില്ലായ്മയും ഒഴിച്ചാൽ പിണറായി സർക്കാർ ഓക്കെയാണ്. ഈ സതീശനെ പോലുള്ള വർഗീയവാദികളെ പിടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിലും ഭേദം LDF സർക്കാരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. അല്ല, ഇത് അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം നമ്മൾ കേട്ടിരിക്കുന്ന പോലെയാണ്. സതീശന് ഇതെല്ലാം പറയുകയും ചെയ്യും, എന്നിട്ട് തീപ്പന്തം കത്തിക്കരുത് കൊടുക്കുക. ഇവര് തീപ്പന്തത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. ആ വെളിച്ചത്തിലാണ് ഇവര് അധികാരത്തിലേക്ക് പോകുന്നത്. സതീശന്റെ മുഖ്യമന്ത്രി കുപ്പായ ആ തീപ്പന്തത്തിൽ കിടന്ന് ആളി കത്തട്ടെ.